ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാ ബ്രെഡും ബട്ടറും കൂടെ കഴിക്കാനെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിനകത്ത് ബട്ടർ വെച്ച കാരണമാണ് ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്ത് കഴിച്ചെന്നേ ഉള്ളൂ. ഇവിടെ വേദക്കുട്ടിക്കും ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഉപ്പ് ഇല്ലാത്ത ബട്ടറാണ് കേട്ടോ. പിന്നെ ഇതാ പച്ചക്കറി കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയായിരുന്നു. ഞാനും മോനും കൂടെയാണ് പോയത്. അവൻ വന്നിട്ട് പിന്നെ കിടന്നുറങ്ങി. മോള് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്ന് ഇനിയിപ്പോൾ കുറച്ച് ബീൻസ് തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബീൻസും കൂടെ തോരൻ വയ്ക്കണം. കുഞ്ഞിനപ്പോൾ ബീൻസ് കൂട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ വെജിറ്റബിൾ എന്തെങ്കിലും വേവിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഈ പച്ചക്കറി വേഗം ഇനിയിപ്പോൾ ബീൻസ് അരിഞ്ഞെടുക്കേണ്ടി വരും. സവോളയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ബീൻസിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ മോൻ എഴുന്നേറ്റെന്നാൽ ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ വെക്കാൻ പോകുന്നു. ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നും ഇല്ല. ഐസ്ക്രീം ഡപ്പിലൊക്കെ പച്ചമുളകാണ്. പിന്നെ എന്താ കുറച്ച് മുട്ട ഇരിപ്പുണ്ട്. ഫ്രിഡ്ജൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ ഡെയിലി കുഞ്ഞുള്ള കാരണം അങ്ങനെ ഡെയിലി നമുക്ക് വൃത്തിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ തുടച്ചൊക്കെ വയ്ക്കും. അപ്പോഴത്തേനും ആൾ എഴുന്നേറ്റ് വന്ന് 10 മിനിറ്റ് കിടന്നുള്ളു. കടയിൽ പോയി വന്ന് അവനെ കിടത്തിയ നേരം കൊണ്ട് ഞാൻ അരിഞ്ഞിട്ട് പോലും ഇല്ല ബീൻസൊന്നും. അതിന് മുന്നേ അവൻ എഴുന്നേറ്റ് വന്ന്. ഇനിയിപ്പോൾ അവനെ വെച്ചിട്ട് വേണം ബീൻസൊക്കെ അരിയാനായിട്ട്. ചിലപ്പോൾ വഴക്കില്ലാണ്ടിരിക്കും, ചിലപ്പോൾ എനിക്ക് അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും അടങ്ങിയിരിക്കുമോ നോക്കാം. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന കാരണം അങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ അതാ ഞാൻ ബീൻസ് എടുത്തിട്ട് അവിടെ ഹാളിൽ പോയി ഇരുന്നതാണ്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വരുവാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം കയ്യിൽ കൊടുത്തതാ. വേഗം ചാടി എഴുന്നേക്കും. ഇപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുത്തിയാലും വേഗം തന്നെ അവ എണീക്കുവാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് പുറകോട്ടെങ്ങാനും വീഴുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് പിടിക്കും. ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയ കാരണം അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താനും പറ്റില്ല. ഞാൻ എന്താ ഒരു ബീൻസ് കൈ കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കടിച്ചൊക്കെ നോക്കി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത്ര അവന് ഇഷ്ടപ്പെടണില്ല. അത് കുറച്ച് നേരം വായിലൊക്കെ വെച്ച് പിന്നെയും കുറേ കഴിയുമ്പോൾ ഞാൻ അരിഞ്ഞ പ്ലേറ്റിക്കൊക്കെയാണ് വരണത്. ഇതൊരു ചെറിയ കഷ്ണം ഞാൻ അരിഞ്ഞത് കൊടുത്തിട്ട് വായിലിട്ട് ചവയ്ക്കുന്നുണ്ട്. പക്ഷെ അത് വിഴുങ്ങണമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് തുപ്പിക്കളയുകയും ചെയ്ത്. ഇത് ബീൻസിന് വേറൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ക്യാരറ്റൊക്കെ കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് ഞാൻ പകുതി അരിയും പിന്നെ പകുതി അങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് നേരം ടോയ്സൊക്കെ എടുത്ത് കളിച്ചിട്ടാണ്. ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് പിന്നെ അവനെ ശ്രദ്ധിക്കും. അവനെ അവിടെ പിടിച്ചിരുത്തും. പിന്നെ ദേവുട്ടി അവൾ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ വേദൂസ് സ്കൂളിൽ നിന്ന് വന്നപാടെ ബട്ടറാണ് എടുത്തത്. ഒരു ശകലം ദേവൂട്ടന് വായി വെച്ച് കൊടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ കുളിക്കാൻ പോയി. അപ്പോൾ ബീൻസ് തോരൻ റെഡിയാക്കി. പിന്നെ നമുക്ക് മീൻകറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.